എന്നും പറഞ്ഞ് ഹദീസുടൻ ഓതുന്നതായി ഇതുപോലെ അസദുൽ ഗായത്തിൽ വിവരിച്ചതായി അഅ്മശ് ഇമാമിൻ്റെ ആടിന സുഖം വന്ന് അത് അറിയുവാനും ഖൈസമത്തവർ ചെന്ന് ഹാലൊക്കെ എങ്ങനെ എന്ത് എന്ന് തഫസ്സന പാലില്ല എങ്കിൽ കുട്ടികൾ സ്ഥിതി എങ്ങന എന്നിട്ട് ചെലവിനുള്ള തുകയും ഖൈസമ വിരിപ്പിൻ്റെ കീഴിൽ വെച്ച് പോകൽ നിത്യമാ ആടിൻ്റെ രോഗം മാറി പൂർണ്ണ സുഖത്തിലായി 300-ലധികം പൊന്നും അപ്പോൾ ലഭ്യമായി. ആടിൻ്റെ രോഗം നീണ്ടു നിൽക്കണമെന്ന് കൊതിക്കുന്ന അവസ്ഥ ഇമാമിനും വന്നന്ന്. യഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ 245 വന്നതാ. അയൽവാസികൾ അവർ 3 സൈസിൽ പെട്ടതാ. അതിലൊന്ന് നിന്റെ ഖറാബത്തിൽ നിന്നുള്ളതാ, മറ്റൊന്ന് മുസ്ലിമിൽ പെട്ടതായി വരും ജാറുകൾ, ചിലപ്പോൾ അമുസ്ലിം ആയി വരും അയൽവാസികൾ. മുസ്ലിം ജിവാറു ഖറാബത്തെന്നീ ബാധ്യത ആദ്യം പറഞ്ഞതിനോട് ബന്ധിക്കുന്നതാ. ജിവാറ് മുസ്ലിം എന്ന കടമകൾ 2, രണ്ടാമതെണ്ണിയതോട് വേണ്ടതുമുണ്ട്. അയൽവാസി മൂന്നാമത്തതായാൽ പിന്നെ ജിവാറ് എന്നൊരു ഹക്ക് മാത്രം തന്നെ. ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ, തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. പറമ്പിൻ്റെ ജാറിന് വിവരവും നൽകേണ്ടതാ, അത് വിൽക്കുവാൻ നീ കരുതിയാൽ ഉണർത്തേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ.